ഈ സ്ഥലം ഏതാണെന്ന് നമ്മൾ മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഏകദേശം 150ഓളം ചിത്രങ്ങൾക്ക് വേദിയായിട്ടുള്ള വരിക്കാശ്ശേരി മനയാണിത്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് മനിശ്ശേരിയിലാണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥം എന്ന സിനിമയാണ് ഈ മനയിൽ ആദ്യമായിട്ട് ചിത്രീകരിച്ചത്. പക്ഷേ ദേവാസുരത്തിലൂടെയാണ് ഈ മന ഫേമസ് ആയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലക്കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായിട്ട് നൽകിയ സ്ഥലത്താണ് ഈ മന നിലകൊള്ളുന്നത്. 300 വർഷത്തോളം പഴക്കമുള്ള 6 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് മന ഇരിക്കുന്നത്. 3 നിലകളോളം വരുന്ന നാലുകെട്ട് കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സുരക്ഷാ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് നമുക്കിപ്പോൾ കയറാൻ സാധിക്കില്ല. പണ്ട് കാലത്തെ ആ ഒരു നിർമ്മാണ മികവ് ഈ മനയിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലെടുത്തു പറയേണ്ട കാര്യം നടുമുറ്റത്തോടു കൂടിയ നാലുകെട്ടാണ്. കൂടാതെ ധാരാളം ചുവർ ചിത്രങ്ങൾ ഈ മനയിലുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശനം. സിനിമാ ഷൂട്ടിങ്ങുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് മുൻകൂട്ടി വിളിച്ച് ചോദിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. നിലവിൽ ഇപ്പോൾ കയറാൻ വേണ്ടി ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഈ മനയുടെ കോമ്പൗണ്ടിൻ്റെ അകത്തായിട്ട് തന്നെ ഒരു ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും. ഈ മനവക ക്ഷേത്രമാണിത്. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. അതിനടുത്തായിട്ട് തന്നെ ഒരു വലിയ കുളവും നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു ചൂടിലും തണുപ്പ് തരുന്നൊരു അന്തരീക്ഷമാണ് മനയുടെ ഉൾവശത്തിന്. സേവ് ദ ഡേറ്റ് ഷൂട്ടിനൊക്കെ ആയിട്ട് ധാരാളം ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ധാരാളം ലൊക്കേഷൻസ് ഈ മനയിലുണ്ട്. നിങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലാണ്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ അത് രാവിലെ തന്നെ വരാൻ നോക്കുക. കാരണം തുറന്ന് കുറച്ച് കഴിഞ്ഞാൽ തിരക്കാവാൻ സാധ്യതയുണ്ട്. ഇതൊരു ബസ് റൂട്ടാണ്. ഈ മനയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ബസ് സ്റ്റോപ്പും ഉണ്ട്. അപ്പോൾ ബസ്സിന് വരുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ തന്നെ ഇറങ്ങാൻ സാധിക്കും. പാലക്കാട് നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ദൂരമാണ് വരിക്കാശ്ശേരി മനയിലേക്കുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ പഴയ വീടുകളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഒരു വാസ്തുവിദ്യയുടെ മികവൊക്കെ നമുക്ക് ഈ മനയിൽ കാണാൻ സാധിക്കും. വലിയ വാഹനങ്ങളായിട്ട് വന്നാൽ കോമ്പൗണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. പാർക്കിംഗ് ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. ടിക്കറ്റ് മാത്രം ആകെ എടുത്താൽ മതി. ഇതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി ഒരു കോഫി ഷോപ്പാണ് കേട്ടോ ഈ കാണുന്നത്. വരിക്കാശ്ശേരി മനയിലേക്കുള്ള ബസ്സിൻ്റെ സമയങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ക്യാമറ ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഫോട്ടോയോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മനയുടെ മുമ്പിൽ തന്നെയായിട്ട് വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടവും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ മനയിൽ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണിത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.